വെൽക്കം ടു മൈ ചാനൽ എജു ഈസ്. ഇംഗ്ലീഷിലെ ഡയറി എൻട്രി ലെറ്ററും നിർബന്ധമായിട്ടും എല്ലാവർക്കും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അല്ലേ. നാളെ ക്രിസ്മസ് എക്സാമാണ്. 7ാം ക്ലാസ്സിന് ഇംഗ്ലീഷുണ്ട്, പിന്നെ 8ാം ക്ലാസ്സിന് ഇംഗ്ലീഷുണ്ട്, 10ാം ക്ലാസ്സിന് ഇംഗ്ലീഷുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ കോമൺ ആയിട്ട് ചോദിക്കാൻ പറ്റിയ ഡയറി എൻട്രിയും ലെറ്റർ എൻട്രിയുടെയൊക്കെ ഫോർമാറ്റ് ഏതൊരു ഡയറിയും ഏതൊരു ലെറ്ററും ചോദിച്ചാൽ അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കണ്ടൻറ്റുകൾ ചേർത്ത ഒരു സാമ്പിൾ ഡയറിയും ലെറ്ററിൻ്റെയും ഫോർമാറ്റാണ് ഞാൻ ഇന്ന് എജുവീസിലൂടെ നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ടൈമില്ല കളയാൻ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഡയറി എൻട്രിയിലോട്ട് പോകാം. അപ്പോൾ ഡയറി എൻട്രി നമുക്ക് നോക്കാം. 2024 ഡിസംബർ 12. നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ്, ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം. തൊട്ട് താഴെ വേണമെങ്കിൽ എന്ത് കൊടുക്കാം, ഡേറ്റ് കഴിഞ്ഞാൽ ഡേ കൊടുക്കാം. ഇത് ഡേ ആണോ, ചിലവരൊക്കെ ആണെങ്കിൽ ടൈമും കൊടുക്കും. നമ്മൾ എപ്പോഴും ഡയറി എഴുതുമ്പോൾ നൈറ്റിലായിരിക്കും, അപ്പോൾ നമുക്ക് 10 PM അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഡിയർ ഡയറി, ഐ ആം വെരി ഹാപ്പി ടുഡേ. ആ ഡയറി എഴുതുന്നത് ഒന്നെങ്കിൽ നമ്മൾ സന്തോഷ ദിവസമായിരിക്കാം, അല്ലെങ്കിൽ സങ്കട ദിവസമായിരിക്കാം. അപ്പോൾ ഐ ആം വെരി ഹാപ്പി ടുഡേ എന്ന് എഴുതുവാണെങ്കിൽ നിങ്ങൾ സന്തോഷമുള്ള ദിവസമാക്കി എഴുതുക. എന്നാൽ ഐ ആം വെരി സാഡ് ടുഡേ എന്ന് എഴുതുന്നതെങ്കിൽ ആ ദിവസം നമുക്ക് സങ്കടമുള്ള ആ ഒരു സിറ്റുവേഷനിൽ എഴുതാം. പിന്നെ കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്നത് ഐ ഹാവ് ബീൻ ഡൈയിങ് ടു ടെൽ യു വാട്ട് ഹാപ്പൻ ടുഡേ. ഞാൻ ഈ ഡയറിയിലൂടെ നിന്നോട് പറയാൻ പോകുന്നത് ഇന്ന് എനിക്ക് സംഭവിച്ച ഒരു കാര്യത്തെ പറ്റിയാണ്. ഐ സപ്പോസ് ദിസ് ഈസ് ദ ബെസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് സോ ഫാർ. ഇത്രയും നാളുള്ളതിൽ വെച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കാം ഇന്ന്. അപ്പം ദ ബെസ്റ്റ് എന്നുള്ളതിന് പകരം ചിലപ്പോൾ ദ സാഡ് എന്ന് വേണമെങ്കിൽ എഴുതാം, സങ്കടമാണെങ്കിൽ കേട്ടോ. പിന്നെ എന്താ ചെയ്യണം, നമ്മുടെ ഡയറിയുടെ ബാക്കി കണ്ടൻസ് എല്ലാം എഴുതുക. അതാണ് ഞാനിങ്ങനെ ഡോട്ട് ഇട്ടിരിക്കുന്നത്. ആ ഡോട്ടിൻ്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണോ കണ്ടൻറ്റ് ഉള്ളത് ആ കണ്ടൻറ്റ് ചേർക്കുക. ഏറ്റവും അവസാനം ഐ ആം വെരി ടയേർഡ്. ഇത് ഡയറി നമ്മൾ എഴുതുന്ന എപ്പോഴാണ്, നൈറ്റിലായിരിക്കും. അപ്പോൾ ഏറ്റവും അവസാനം എന്ത് ചെയ്യുക, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ആൻഡ് ഓഫ് ടു ബെഡ് നൗ. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കിടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് നമുക്ക് ഡയറി എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അടുത്തത് നമുക്ക് ലെറ്ററിലോട്ട് കിടക്കാം. ഇനി അടുത്ത ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റാണ്. നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ആർക്കാണോ അയക്കുന്നത്, ടു എന്നുള്ള രീതിയിൽ ആരുടെയെങ്കിലും പേര്, അവരുടെ ഹൗസ് നെയിം, പ്ലേസ് കൊടുക്കാം, പിന്നെ ഡേറ്റ് കൊടുക്കാം. ഇപ്പോൾ ലെറ്റർ ആകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്ലേസും ഡേറ്റും മുകളിൽ സൈഡിലായിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഫ്രണ്ടിന് അയക്കുന്നുണ്ട്. ഡിയർ ഫ്രണ്ട്, ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഗുഡ്. നിനക്ക് സുഖമാണോ, നിനക്ക് സുഖം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൗ ആർ യുവർ ഫാമിലി, നമുക്കൊരു ഇതായിട്ടൊക്കെ ഫ്രണ്ട്സിനാകുമ്പോൾ നിൻ്റെ ഫാമിലിക്ക് എങ്ങനെയുണ്ട്, സുഖമാണോ. ഐ ആം ആൾസോ ഫൈൻ ഹിയർ. എനിക്ക് ഇവിടെ വളരെ സുഖമാണ്, ഞാൻ വളരെ ഹാപ്പിയാണ്. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ടെൽ യു എ സീരിയസ് മാറ്റർ. ഞാൻ ഈ ലെറ്റർ എഴുതുന്നതിനുള്ള പ്രധാന കാരണം നിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ്. ദ മാറ്റർ ഈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് കണ്ടൻ്റ് ആണോ ആ മാറ്ററിനെ പറ്റി അതിലോട്ടങ്ങ് എഴുതുക. ഓക്കെ, പിന്നെ ഏറ്റവും അവസാനം കണ്ടൻറ്റ് കുറേ എഴുതി കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഗീവ് മൈ റിഗാർഡ്സ് ടു ഓൾ. ഗീവ് മൈ എന്നല്ലെങ്കിൽ കൺവേ, CONVEY, കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ. എൻ്റെ അന്വേഷണം നീങ്ങി എല്ലാവരെയും അറിയിക്കുക. ഡോണ്ട് ഫോർഗെറ്റ് ടു റൈറ്റ് മീ ബാക്ക്. നീ തിരിച്ച് മറുപടി കത്ത് എഴുതാതിരിക്കരുത്, മറന്നു പോകരുത്, എനിക്ക് മറുപടി കത്ത് എഴുതിയിരിക്കണം. ഐ ആം റൈറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസ്. ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസ്. ഞാൻ നിൻ്റെ റെസ്പോൺസിൻ്റെ മറുപടിക്കായിട്ട് എന്ത് ചെയ്യുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ്. യുവർ ലവിങ്ലി സോനു. SD എന്ന് കൊടുത്തിരിക്കുന്നത് സിഗ്നേച്ചർ. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റും ആവും. അപ്പോൾ ഇതാണ് ഡയറിയും ലെറ്ററുമായിട്ട് നിങ്ങൾക്ക് എക്സാമിന് എന്തുമായാലും ഉപകരിക്കും. തീർച്ചയായിട്ടും അത് ഉപകരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക മാക്സിമം. കാരണം വെച്ചാൽ എല്ലാവർക്കും അത് ഉപകാരപ്പെടട്ടെ. അപ്പം ഇങ്ങനൊരു സാമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഓവറോൾ നമുക്കൊരു 5 മാർക്കാണെങ്കിൽ 3 മാർക്ക് ഇത്രയും തന്നെ എഴുതുമ്പോഴൊക്കെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ആ ക്വസ്റ്റ്യനിലെ കുറച്ച് കണ്ടൻറ്റും നമ്മൾ പഠിച്ച കണ്ടൻറ്റും കൂടെ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പം എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.